ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ലെറ്റ്സ് ഗോ ഓൺ മഞ്ചേരി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മഞ്ചേരിക്ക് പോവുകയാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എനിക്ക് സബ് ജില്ലയിൽ നിന്നും ഫസ്റ്റ് കിട്ടിയ കവിതാരചന മത്സരത്തിൻ്റെ ജില്ലാതല മത്സരത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അത് മഞ്ചേരി വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വ്ളോഗാണ് ഇന്നത്തേത്. അപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആയിട്ട് വരാം. റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരെ പോവാണ്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ബസ്സിനാണ് പോകുന്നത്. എന്നിട്ട് നേരെ ചങ്കുവെട്ടി ഇറങ്ങും. അവിടെ നിന്ന് മഞ്ചേരി ബസ് കയറി പോകും. അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് വന്നത്. കുറ്റിപ്പുറം ബസ് 2-3 എണ്ണം പോയി. പക്ഷേ നമുക്ക് കോഴിക്കോട് ബസ് വേണ്ടതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കണം. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബസ് കയറി നേരെ ഇപ്പോൾ ചങ്കുവെട്ടി സ്റ്റോപ്പിലാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ മഞ്ചേരി ബസ് കയറണം. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ മഞ്ചേരി ബസ്സും കയറി നമ്മൾ ഇനി യാത്ര തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് സ്കൂളിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മഞ്ചേരി GUP സ്കൂൾ എന്ന് പറയുന്നത്. ഇത് മഞ്ചേരി BRC സ്കൂളാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് കവിതാരചന മത്സരം. അങ്ങനെ ഗൈസ്, രചനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഏകദേശം മത്സരം രാവിലെ തുടങ്ങി ഇതേ വൈകിട്ട് വരെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 4 മണി വരെ ആയിട്ടുണ്ട്. ഇനി 5 മണിയൊക്കെ ആവും റിസൾട്ട് പബ്ലിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക്. യെസ് ഗൈസ്, എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. ഏതായാലും ഞാൻ ഹാപ്പിയായി. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതല്ലേ. ഏതായാലും ഫസ്റ്റ് കിട്ടി, സന്തോഷം. നമുക്കൊരു പ്രശസ്ത കവിയാണ് സമ്മാനം തരുന്നത്. ഈ സാറായിരുന്നു എനിക്ക് കവിതാ വിഭാഗത്തിൽ RPL ആയി വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്നു, ഫോട്ടോ ഒക്കെ എടുത്തു, സമ്മാനം മേടിച്ചു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വേദിയിൽ കയറി സമ്മാനം മേടിക്കാൻ കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് പോവുകയാണ്. ഇപ്പോൾ റിസൾട്ട് അറിയാൻ കുറച്ച് നേരം വൈകി. ഇപ്പോൾ റിസൾട്ട് പറഞ്ഞോളൂ. ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് നിശ്ചയിക്ക്. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. സ്കൂളിൽ നിന്നും ഓനവിടെ കളിക്കാൻ പോയി. അതാ കളിക്കുന്നു. അപ്പോൾ അവനവിടെ ഇതുപോലെ ജിമ്മിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളില്ലേ, അതിൽ പോയി കളിക്കുകയായിരുന്നു. കളിക്കില്ല, അങ്ങനെ എന്തൊക്കെയോ പൊട്ടത്തരം കാട്ടുന്നുണ്ട്. ദൂരത്ത് നല്ല കളർഫുള്ളായി കണ്ട സമയത്ത് പാർക്കാണെന്ന് വിചാരിച്ചിട്ടാണ് ഓടിയത്. പോയി നോക്കിയപ്പോൾ ജിമ്മിൻ്റെ സാധനങ്ങളായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അവനവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പെട്ടെന്ന് വീട്ടിലെത്തണം. ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അവന് ഏതായാലും കളിച്ചോട്ട് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. ഏതായാലും അവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള സ്കൂള്. മലപ്പുറം മഞ്ചേരിയിലെ GUPS സ്കൂൾ, മഞ്ചേരിയിലെ BRC സ്കൂളാണ്. സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല നല്ല സെറ്റിങ്സും കാര്യങ്ങളും. അവിടെ കണ്ടോ, കളിവീട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാർക്കായിട്ട് തന്നെ വേറെ ഇതുണ്ട്. അതുപോലെ ഇപ്പുറത്ത് ജിമ്മിൻ്റെ സാധനങ്ങൾ കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. എന്തായാലും പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഇനി തിരിച്ച് വീട്ടിലോട്ടുള്ള ബസ്സിന് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ പരപ്പനങ്ങാടിയിലോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, കുറച്ചുണ്ട്. അപ്പോൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും നമുക്ക് സെയിം ദൂരം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പരപ്പനങ്ങാടിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇനി ഞായറാഴ്ച ലീവ് ഉണ്ടല്ലോ, അപ്പോൾ ലീവ് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും അങ്ങോട്ട് വിടുകയാണ്. എനിക്ക് രാത്രി ബസ്സിലും ട്രെയിനിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ അങ്ങനെ പോകുന്നത് ഇഷ്ടമൊന്നുമല്ല. രാവിലെ നമ്മളെപ്പോഴും പോകുന്നതല്ലേ, രാത്രി അങ്ങനെ അപൂർവമായിട്ട് പോകാറുള്ളൂ. അപ്പോൾ എന്തായാലും രാത്രിയുടെ ആ ഒരു വ്യൂ സൂപ്പർ തന്നെയാണ്. ബസ്സിൻ്റെ ലൈറ്റും കാര്യങ്ങളും. അതുപോലെ തന്നെ പുറത്തോട്ട് നമുക്ക് അങ്ങനെ ഒന്നും കാണില്ലെങ്കിലും പുറത്ത് കടകളുടെയും മാള്, ഷോപ്സ്, അതിൻ്റെയൊക്കെ ലൈറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അതൊക്കെ ഞാൻ നന്നായിട്ട് ആസ്വദിക്കും.
പിന്നെ ഇതുപോലുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റോഡുകളിലൊക്കെ ഭയങ്കര തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ പരപ്പനങ്ങാടി എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ അവിടെ എത്തുന്ന വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അവിടെ എത്തിയ ആ ഒരു എക്സ്പ്രഷനിലും സർപ്രൈസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വ്ളോഗ് എടുക്കാനൊന്നും നിന്നില്ല. അതുപോലെ തന്നെ രാത്രി 8 മണി 9 മണിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ വൈകുന്നേരത്തുള്ള വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അവിടുത്തെ വന്ന ആ ഒരു കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഫ്രണ്ട്സ്, ഒരു ദിവസത്തിന് ശേഷം നമ്മുടെ അവധി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ രാവിലത്തെ ട്രെയിനിന് പോയി ഇനി നേരെ വീട്ടിലോട്ട് പോയി യൂണിഫോമൊക്കെ ഇട്ട് ഇനി സ്കൂളിലെത്തണം. എത്ര പെട്ടെന്നാലേ ദിവസം പോകുന്നത് അറിയുന്നത് പോലും ഇല്ല. ഇന്നലെ ഇങ്ങോട്ട് വന്നുള്ളൂ, പെട്ടെന്ന് പോയ പോലെ. അപ്പോൾ വരുന്ന ഇൻട്രസ്റ്റ് ഒന്നും പോകുമ്പോൾ ഉണ്ടാവില്ല. പോകുമ്പോൾ വളരെ സാഡ് ആൻഡ് ഒരു താല്പര്യമൊക്കെ ഇല്ലാതെയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ മാമനിവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ആക്കിത്തരാൻ കാറൊക്കെ എടുത്ത് സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഹന്നക്കുട്ടി ടാറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിനി റെയിൽവേ സ്റ്റേഷനിലോട്ട് വിടുകയാണ്. അപ്പോൾ മാമനെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ തന്നെ പോകുന്നതിന് കുറച്ച് മുമ്പ് കാറൊക്കെ എടുത്ത് പാട്ടൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെക്കും. അങ്ങനെ ഉമ്മയും റെഡി ആയിട്ട് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ നിഷാനും സെറ്റായി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാറിൽ കയറി നേരെ സ്റ്റേഷനിലോട്ട് വിടുകയാണ്. മാമനുണ്ട്, അതുപോലെ തന്നെ മാമിയുണ്ട്, ഹന്നക്കുട്ടിയുണ്ട്. അപ്പോൾ ഇനി നേരെ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. ആരുടെ മുഖത്തും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം പെട്ടെന്നുള്ള പോക്കും വരവും ആയതുകൊണ്ട് തീരെ ഒരു താല്പര്യമില്ലാത്ത പോലെ ആയിരുന്നു. അപ്പോൾ മാമൻ ഇവിടെ ഭയങ്കര ഡ്രൈവിങ്ങിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴികൾ. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? നിങ്ങൾ നമ്മുടെ നാടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. രാവിലെ ആയതുകൊണ്ട് കേട്ടോ കടകളൊന്നും അധികം തുറക്കാത്തത്. ഇനി കുറച്ചൊക്കെ കഴിയുമ്പോൾ ഓരോരോ കടകളിങ്ങനെ തുറന്നു വരും. പിന്നെ ഇങ്ങനെ അവിടെ നിന്നൊക്കെ ചായയുടെയും കടികളുടെയൊക്കെ മണങ്ങളിങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്നുകൂടെ വൈബാവും. ഗായ്സ്, അങ്ങനെ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇറങ്ങണം, ടിക്കറ്റ് എടുക്കണം, നേരെ ട്രെയിനിലോട്ട് കയറണം. അപ്പോൾ ട്രെയിൻ വന്നിട്ടില്ല കേട്ടോ, അല്പസമയത്തിന് ശേഷം എത്തുമെന്ന് അവിടുന്ന് വിളിച്ച് പറയുന്നുണ്ട്.
യെസ്, അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി ട്രെയിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഉമ്മാൻ്റെ മുഖത്ത് അങ്ങനെ താല്പര്യമൊന്നും കാണുന്നില്ല. ആളൊരു സാഡ് മൂഡിലാണ് നിൽക്കുന്നത്. കാരണം തീരെ നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിലാണ്. സാരമില്ല, നമുക്ക് വന്നല്ലേ പറ്റൂ. അങ്ങനെ ഗൈസ്, ട്രെയിൻ വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ കയറാൻ പോവുകയാണ്. അങ്ങനെ കയറിയപ്പോഴും അവർ അപ്പുറത്തുനിന്ന് നമ്മളെ യാത്ര അയക്കുന്നുണ്ടായിരുന്നു. ഹനക്കിലെ ടാറ്റ ബേബി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനും ടാറ്റ ബേബിയൊക്കെ കൊടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ട്രെയിനിൽ കയറിയതിന് ശേഷമുള്ള വ്ളോഗൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉള്ളതൊക്കെ ഒരു ജഗപോക ഓട്ടത്തിലായിരുന്നു. സ്കൂളിലെത്തണം, പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ള ഒരു ധൃതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.